ടി.പി. ജയചന്ദ്രൻ ഇന്നിപ്പോൾ കോടതിയിൽ വന്നു. കോടതി കണക്ക് ചോദിച്ചു. SDRFന്റെ തുകയടക്കം കൃത്യമായ കണക്കുകൾ കോടതിയിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം കാണിക്കാൻ അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ കോടതി പറയുന്നുണ്ട്. ആത്യന്തികമായി ഇന്ന് കോടതിയിൽ സംഭവിച്ച എന്താണ് ടി.പി. ജയചന്ദ്രൻ? ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ തുക പരിമിതി, കേന്ദ്രം സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇന്ന് കേരളത്തിനായി ടി.പി. ജയചന്ദ്രൻ. ഹാഷ്മി, താങ്കളുടെ ഈ അസുഖത്തിന് മരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 24 ന്യൂസ് ഇന്നത്തെ കോടതിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തത് താങ്കളുടെ ഫയൽ ഒന്ന് മറിച്ചു നോക്കിയാൽ താങ്കൾക്ക് കാണാം. എന്താണ്, ശ്രീകാന്താണ് ഇന്ന് 24 ന്യൂസിന് വേണ്ടി ആ വാർത്ത അതിൽ ഇടയ്ക്ക് വന്ന് അവതരിപ്പിച്ചത്. വിജയകുമാർ ആയിരുന്നു ഹാഷ്മി വാർത്ത വായിച്ചത്. എന്താണെന്നറിയാമോ നിങ്ങൾ? സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. അപ്പോൾ കൊടുത്ത ക്യാപ്ഷൻ എന്താണെന്നറിയാമോ ഹാഷ്മിക്ക്? നിങ്ങളുടെ 24 ന്യൂസ്, SDRF ഫണ്ട് വിനിയോഗത്തിൽ വ്യക്തത വരുത്തണം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇനി താങ്കൾക്ക് കേന്ദ്രത്തോടും BJPയോടുമുള്ള വിരോധം ചികിത്സിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ ഇതേ ഹാഷ്മിയോട് ഒരു ചോദ്യം ചോദിക്കും. ഹാഷ്മി, ഈ വയനാടിനോടൊപ്പം അല്ല അങ്ങ് വിലങ്ങാടും ഒരു ദുരന്തം ഉണ്ടായിരുന്നല്ലോ. ഈ വിലങ്ങാട് ദുരന്തത്തിൽ ഒരാൾ മരിച്ചു, നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ വയനാടിൽ നഷ്ടപ്പെട്ടതിന് കൃഷിഭൂമി നഷ്ടപ്പെട്ടു. ഒരു പിടി മണ്ണ് സംസ്ഥാന ഗവൺമെൻറ് അവിടെ കോരിയിട്ടിട്ടുണ്ടോ ഹാഷ്മി? തീർന്നില്ല ഹാഷ്മി. 2018 ഈ പുത്തുമലയിൽ ഒരു ദുരന്തം ഉണ്ടായിരുന്നു. ഹാഷ്മിക്ക് അറിയാമോ? അന്ന് അങ്ങ് കവളപ്പാറയിൽ ഇരുട്ടുകുത്തി കോളനിയിൽ 3 ആദിവാസി കോളനികൾ ഒലിച്ചു പോയിരുന്നു. ആ കൂട്ടത്തിൽ അവിടെ ഒരു പാലം, അതിലൂടെ കുറുകെ ഉണ്ടായിരുന്നു, ഏക പാലം, അത് നഷ്ടപ്പെട്ടു. 2018, 19, 20, 21, 22, 23, 24 നമ്മൾ സംസാരിക്കുന്നത്. ഹാഷ്മി, ആ പാലം പുനർനിർമ്മിച്ചോ? ആ പാലത്തിന്റെ മുകളിലൂടെ പൂർണ്ണ ഗർഭിണിയായ ഒരു ആദിവാസി സ്ത്രീ പ്രസവിച്ചത് 24 ന്യൂസിന് അറിയാമോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, കോടതി ഇന്ന് ചോദിച്ച ചോദ്യം, ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഒരു റെക്രിയേഷൻ ക്ലബ്ബ് മുതൽ ഗ്രാമപഞ്ചായത്ത്, നിയമസഭ, സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ, ദുരന്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തുന്നതിന് ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, റൂളുകളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഹാഷ്മിയുടെ അറിവിലേക്ക് ഞാൻ ചോദിക്കുന്നു, 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചായിരുന്നു. ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു, ആ കടലാസിന് യാതൊരു വിലയുമില്ലേ ഹാഷ്മി? ഹാഷ്മി കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഈ കടലാസിന്റെ രേഖകളിലെ കാര്യങ്ങളും ചിട്ടങ്ങളും മറികടക്കാൻ സാധിക്കുമോ? അതിനകത്ത് കൃത്യമായി ഞാൻ പറയും, ഹാഷ്മി പ്രധാനമന്ത്രിയായാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, മക്കൾ അത്രയും നഷ്ടപ്പെട്ട, കിടപ്പാടവും ജീവനോപാധികളും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മുന്നിൽ വിലങ്ങുതടിയാണ് ഉത്തരവെങ്കിൽ ചവിട്ടിക്കൂട്ടി തോട്ടിലെറിയും സാർ. ഹാഷ്മിയുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു സാർ. ഹാഷ്മി ഏതായാലും ഇന്ത്യ പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളത് നല്ല കാര്യം. ഞാൻ പ്രാർത്ഥിക്കാൻ ഹാഷ്മി. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഇന്ന് കോടതി ചോദിച്ച ചോദ്യം എന്താണ്? 2 ദിവസം മുമ്പ് ചോദിച്ചത് ഹാഷ്മി കേട്ടിരുന്നോ? 9-ാം തീയതി ചോദിച്ചു, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം. നിങ്ങൾ ആരെയാണ് അപമാനിക്കുന്നത്? കോടതി ചോദിച്ചതാണ് ഹാഷ്മി. അവിടെ മരണപ്പെട്ട മനുഷ്യരെയാണോ? മനുഷ്യരാണോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ കഴിയുന്നില്ല? കോടതി മുമ്പാകെ നൽകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഹാഷ്മിയോട് ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, എത്ര കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്താലും കേന്ദ്രവും കേരളവും ഈ രാജ്യത്ത് നിന്നും പിരിക്കുന്ന പണത്തിന്റെ വിഹിതം കൂട്ടുന്നതിന് കണക്ക് പറയുന്നില്ലെങ്കിൽ അതിന്റെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു, ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. ശരി, ഞാൻ ഇടപെടാൻ താങ്കൾ സംസാരിച്ചു. ഞാൻ അങ്ങനെ ബൈറ്റ് ചെയ്യിപ്പിച്ചോട്ടെ. ഒരു മിനിറ്റ് പൂർത്തിയാവട്ടെ. ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് 14 സെപ്റ്റംബർ 23 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് എന്റെ മുമ്പിലുണ്ട്. എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത്? നോക്കൂ, ട്രഷറി ഇടപാടുകൾ സുതാര്യമല്ല, യഥാസമയം ഓഡിറ്റ് വകുപ്പിന് കാര്യങ്ങൾ നൽകുന്നില്ല, തെറ്റായ നികുതി നിർണ്ണയം വരെ സംസ്ഥാനം, വളരെ നീണ്ട റിപ്പോർട്ടാണ്. ഇത് തന്നെയല്ലേ ഹാഷ്മി ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതിയുടെ നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത വെച്ച് കൃത്യമായി നമ്മുടെ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്. സംസ്ഥാനത്ത് വിമർശനമുണ്ടായി. പക്ഷെ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള തുക ഇത് പര്യാപ്തമല്ല എന്ന് കേന്ദ്രത്തെ ബോധിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേന്ദ്രം ബോധ്യപ്പെട്ട് മാത്രം തരേണ്ടതാണോ? ഈ പറഞ്ഞ കേന്ദ്രത്തിലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ സാർ കേരളം. ടി.പി. ഞാൻ അങ്ങയുടെ ശ്രദ്ധയെ ഒരു പ്രതികരണത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവും നമ്മുടെ മന്ത്രിയുമായ
ഒറ്റ മിനിറ്റ് നമ്മുടെ പ്രിയപ്പെട്ട അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണ്. നേരത്തെ പറഞ്ഞാണ് കാശ്മീരിൽ. ഒന്ന് കേൾക്കാമോ? जितनी रकम के लिए पूरा पाकिस्तान इंटरनेशनल मॉनेटरी फंड के सामने मिन्नतें कर रहा था, उससे कहीं ज्यादा रकम जम्मू कश्मीर के लिए हमारी गवर्नमेंट ने मुहैया कराई। मैंने तो कहा कि है मेरे पाकिस्तान के दोस्तों, क्यों दूरी बनाकर हमसे रखे, क्यों दूरी बनाकर रखे? आप हमारे पड़ोसी मुल्क हो, और हमारे आदरणीय अटल बिहारी वाजपेयी जी कहा करते थे, जिंदगी में दोस्त बदल जाते हैं लेकिन पड़ोसी नहीं बदलता। यदि हमसे बेहतर रिश्ते बनाकर नहीं रखते, आज जो आपको इंटरनेशनल मॉनेटरी फंड से जो मांगना पड़ा है, उससे ज्यादा तो हम दे देते। ടി പി മാഷ് അങ്ങേക്ക് അത് മനസ്സിലായിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് പറയുന്നത് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട പാകിസ്ഥാനി സുഹൃത്തുക്കളെ, പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളെ മാറ്റാം പക്ഷേ അയൽരാജ്യങ്ങളെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് പറയുന്നു, എന്തിനാണ് ഈ അകൽച്ച? നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ ശത്രുത ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കയ്യിലിരിപ്പ് കൊണ്ട് മുടിഞ്ഞു മുണ്ടക്കോലെടുത്ത IMF തന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തരുമായിരുന്നല്ലോ. കാരുണ്യം വാരി വിതറലാണ്. ടി പി ചന്ദ്രൻ കോടതിയിൽ സംസ്ഥാനത്തിൻ്റെ കുറവുകൾ, സംസ്ഥാനം അവിടെ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ 4 മാസം കഴിഞ്ഞു. സമാനതകളില്ലാത്തൊരു മഹാദുരന്തം ഉണ്ടായി 4 മാസം കഴിഞ്ഞ് ഇന്ന് 12ാം ദിവസമാണ്. ടി പി ജയേന്ദ്രൻ, വയനാടിന് വേണ്ടി 5ന്റെ നയാ പൈസ തരാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ്? വയനാടിന് വേണ്ടി 5ന്റെ നയാ പൈസ കൊടുത്തിട്ടില്ല. 5ന്റെ നയാ പൈസ 159 കോടി കണക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ടി പി ജയേന്ദ്രൻ പറഞ്ഞു. കള്ളമാണ് പറഞ്ഞത്. ഒരു 159 കോടിയില്ല സാർ. ഇനി നിങ്ങൾ ഇടപെടില്ലെങ്കിൽ ഞാൻ പറയാം. ഹാഷ്മി വളരെ കൃത്യമായി ഫയലുകളും വീഡിയോകളും ഒക്കെ എടുത്തു വെച്ച് തന്നെയാണല്ലോ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ ഇൻട്രോ ചോദിച്ചു. വി മുരളീധര, ഞാൻ ഹാഷ്മിക്ക് വേറൊരു വീഡിയോ അയച്ചു തരാം. അനിയൻ ബാബയും ചേട്ടൻ ബാബയും വയനാട്ടിൽ വി മുരളീധരൻ പറഞ്ഞ അതേ കാര്യം, അവിടെ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് കേരളത്തിലെ PWD വകുപ്പ് മന്ത്രിയും വയനാട്ടിലെ MLAയും ഒരുമിച്ച് നടന്ന് ഒരു ജലാശയത്തിൻ്റെ ഭിത്തിയിലൂടെ നടന്ന് വയനാട്ടിൽ ഉണ്ടായത് എന്താണ് എന്ന് പറയുന്നതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. ഒന്ന് 24 ന്യൂസ് സംപ്രേഷണം ചെയ്യുമോ? സംപ്രേഷണം ചെയ്തതാണ് ഓൾറെഡി. ആ കണ്ണട മാറ്റണം ഹാഷ്മി. ഓൾറെഡി സംപ്രേഷണം ചെയ്തതാണ് സാറേ. മുമ്പാകെ എന്താ കേരളം പറഞ്ഞത്? അല്ല നിർത്താം. അല്ല ഞാൻ അവസാനിപ്പിക്കാം. അല്ല ഞാൻ പറഞ്ഞുതരാം സാർ. പറയാം സാർ. ഞാനതൊരു ക്ലാരിറ്റി പറഞ്ഞുതരാം. എന്താണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല ഉണ്ടായ ദുരന്തത്തിൽ വയനാട് കൂടുതൽ ക്ലാരിറ്റി താങ്കൾ ഈ പറഞ്ഞ ഞങ്ങൾ സംരക്ഷിച്ച് ക്ലാരിറ്റി തരാം. ഞാൻ ഉത്തരം പറഞ്ഞിട്ടല്ലേ ക്ലാരിറ്റിക്ക് ചോദിക്കരുത്. അല്ല അനിയൻ ബാബ ചേട്ടൻ ബാബിൽ അങ്ങനെ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടുന്നില്ലല്ലോ. ഒന്ന് അവസരം തരൂ. പറഞ്ഞോളൂ. ഒന്ന്, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ വായയിൽ കോലിട്ടിളക്കരുത്. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കും. ഒരു സംവാദമാകണമെങ്കിൽ എന്റെ ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ അംഗീകരിക്കണമെന്ന് ഒരു താല്പര്യവും എനിക്കില്ല. പ്രേക്ഷകരാണ് നിങ്ങളെയും എന്നെയും തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുമ്പാകെ ഞാൻ ചോദിക്കും, ഇന്ന് കോടതിയിൽ പറഞ്ഞ കാര്യം എന്താ? നിങ്ങളുടെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിരുന്നു ഒന്നിന്. ഇന്ന് പറഞ്ഞ എന്താണ്? നിങ്ങളുടെ പത്രം, നിങ്ങളുടെ മാസിക, നിങ്ങളുടെ എന്താ പറയാ ലൈബ്രറി ചാനൽ തന്നെ പുറത്തുവിട്ടത് 638.95 കോടി രൂപ വിവിധ ങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഹാഷ്മി കേൾക്കണം. രണ്ടാമത്തേത്, ഇനി 61.53 കോടി രൂപ വരാൻ പോകുന്ന വേനൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസയ്ക്ക് ഫോർമർ ചെലവുകൾക്ക് വേണ്ടി ഇല്ലാത്ത കണക്കിന് ഞങ്ങൾ നീക്കിവെച്ചു, ബാക്കിയുള്ളത് ഇനിയുള്ളത് നീച്ചു എന്ന് വെച്ചാൽ വയനാട്ടിന് കൊടുക്കാൻ ഞാൻ ഹാഷ്മി എടുത്തിട്ടു 5ന്റെ പൈസ വയനാടിന് വേണ്ടി ഗവൺമെന്റ് ചെയ്തോ ഹാഷ്മി? BJP ഗവൺമെന്റ് കൊടുത്തു. UP ഗവൺമെന്റ് 20 കോടി, മധ്യപ്രദേശ് ഗവൺമെന്റ് 10 കോടി, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് 10 കോടി, മഹാരാഷ്ട്ര ഗവൺമെന്റ് 10 കോടി. എത്ര 5ന്റെ പൈസ കേരളം കൊടുത്തു എന്നൊരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മിയിലെ മാധ്യമപ്രവർത്തകന് സാധിക്കുമോ? ഇന്ന് കേന്ദ്രത്തിലെ കോടതിയിൽ ഹാഷ്മി കേരളത്തിന്റെ അക്കൗണ്ട്സ് ഓഫീസർ പോയിട്ട് 5ന്റെ പൈസ ചെലവഴിച്ച കണക്ക് പറഞ്ഞോ? താങ്കൾ പറഞ്ഞു വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അല്ലെ അതേ കാര്യങ്ങൾ തന്നെ അനിയൻ ബാബ ചേട്ടൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നാണ്. കേരളത്തിന്റെ മന്ത്രിമാർ പറഞ്ഞത് എന്താണ്? വേണ്ട, ഞാൻ കേട്ടതാണ്. കേരളത്തിന്റെ മന്ത്രിമാർ പറയുന്നത് എന്താണ്? ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ ടൂറിസം മേഖല ഒന്നാകെ ഇരുന്നു പോകുമ്പോൾ, അങ്ങോട്ടേക്ക് ആളുകൾ പോകാൻ ഭയക്കുമ്പോൾ ആ നാട് പൊട്ടി വീണ് നട്ടിൽ നിന്ന് ഉയർക്കണം എന്ന നല്ല ബോധ്യത്തിൽ പറയുന്നതാണ്. അത് കൺസ്ട്രക്റ്റീവായി പറയുന്നതാണ്. അങ്ങയുടെ നേതാവ് വി മുരളീധരൻ പറഞ്ഞ എന്തിനാണ്?
സഹായം നിഷേധിക്കാൻ പറയുന്ന കാരണമാണ്. എന്താണ്? 3 പഞ്ചായത്ത് 2 വാർഡല്ലേ ഉള്ളൂ, ഒരു നാട് മൊത്തം ഒഴിച്ചു പോയിട്ടില്ല. അത് നാശോന്മുഖമാണ് ടി പി ജയേന്ദ്രൻ, അത് നാശോന്മുഖ പ്രതികരണമാണ്. ഹാഷ്മി വി മുരളീധരനും രാജ്നാഥ് സിംഗും പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, ജനം കേൾക്കട്ടെ. ഞാൻ അയച്ചു തരാം, നിങ്ങൾ സംപ്രേഷണം ചെയ്യുമോ? സാറേ പറഞ്ഞതും അത് സംപ്രേഷണം ചെയ്താ നമ്മൾ ഒരുമിച്ച് നടന്നു പറയുന്നതും നിങ്ങൾ സംപ്രേഷണം ചെയ്യോ? അത് സംപ്രേഷണം ചെയ്ത ഞാനത് കാരണം പറയല്ലേ. ഒന്നും കൂടെ അല്ല, രാജ്നാഥ് സിംഗ് കോണ്ടെക്സ്റ്റ് മാറ്റമാണ്. ചെയ്തായിരുന്നല്ലോ. അത് കോണ്ടെക്സ്റ്റ് മാറ്റം. വീണ്ടും ഞാൻ സംപ്രേഷണം ചെയ്യാം. ഒന്നും അല്ല, പാകിസ്ഥാനോട് സ്നേഹമുണ്ടല്ലോ, നല്ല കാര്യം സാർ. അല്ല, പാകിസ്ഥാൻ മുടിഞ്ഞു പോകുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉദാര മനസ്സുണ്ടല്ലോ. ആ ഉദാര മനസ്സിനെ 100 കാണിക്കുന്നില്ല വയനാട്ടിൽ. അതാണ് ചോദ്യം. ടി പി ജയേന്ദ്രൻ, താങ്കൾ പറഞ്ഞു, താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു 159 കോടി അനുവദിച്ചു താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കൾക്ക് ഉത്തരവച്ചു തരാം. 159 കോടിയുടെ കള്ളക്കഥ ബി.ജെ.പി. നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു ചർച്ചകളിൽ. ഞാൻ ഉത്തരവച്ചു തരാം. ശ്രീ ടി പി ജയേന്ദ്രൻ, ടു ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള, ഒന്ന് കാണിക്കാവോ? ആ ഉത്തരവ് ഒന്ന് കാണിക്കാവോ? ടു ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള തിരുവനന്തപുരം എന്നയച്ചതാണ്. അതിൽ പറയുന്നു സബ്ജക്ട് ലാൻഡ് സ്ലൈഡ്സ് ഫ്ലാഷ് ഫ്ലഡ് ഓഫ് 2024 സെൻട്രൽ അസിസ്റ്റൻസ് കേരള. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ വരാം. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ടേക്കിംഗ് ഇൻ പ്രേക്ഷകർ കാണുന്നുണ്ട്. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ 1 April 2024 സോ ആസ് ദ എമൗണ്ട് ഓഫ് 153.467 കോടി. ഈ പറഞ്ഞ 153 കോടിയാണ് നിങ്ങൾ പറയുന്ന കോടി. Approved by HLC from NDRF is less than the 50% of the balance available in the SDRF account. ഏതാണ്ട് കൂട്ടിക്കഴിക്കുന്ന സങ്കീർണമായ കണക്കാണ്. അടുത്ത വരി, the net outgo from the NDRF will be nil for instant calamity. എന്താണ്? the net outgo from the NDRF will be nil. 153 കോടി പേപ്പറിലാണ് ആന മൊട്ട കിട്ടിയത്. ടി പി ജയേന്ദ്രൻ, 153 കോടി കിട്ടിയ കണക്കിന് പറയല്ല, ഇനി വ്യാജം പറയലാണത്. ഹാഷ്മി, മെനിഞ്ഞാന്ന് കോടതി പറഞ്ഞത് തന്നെ ഇതാണ് ഹാഷ്മി. നിങ്ങളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ മിണ്ടിയില്ല. അദ്ദേഹം ചോദിച്ചു, പാസ്ബുക്കിൽ കാണും, അക്കൗണ്ടിൽ കാണില്ല. ഹാഷ്മി, ഇത് തന്നെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പറഞ്ഞത്. പുട്ടടിക്കും പലപ്പോഴും. ഇനി കണക്കുകൾ വേണോ നിങ്ങൾക്ക്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കണക്കുകൾ കേന്ദ്ര ഹെഡിലുള്ള അക്കൗണ്ട് അല്ലേ ടി പി ജയേന്ദ്രൻ മാഷെ? ഉത്തരവാദിത്തമില്ലാതെ SDRF എടുത്ത് പുട്ടടിക്കുന്ന അങ്ങ് പറയാവോ? SDRF എന്ന് പറയുന്നത് നാഷണൽ ഹെഡിലുള്ള പണമല്ലേ? അത് നാഷണൽ ഡെവലൂഷൻ ഭാഗമായി കിടക്കുന്ന പണമല്ലേ? അതിൽ നിന്ന് 10 രൂപ എടുത്ത കേന്ദ്രം അറിയില്ലേ? അതെടുത്ത് പുട്ടടിച്ചു എന്നൊക്കെ അങ്ങ് ഉത്തരവാദിത്തമില്ല പറയാവോ ടി പി ജയേന്ദ്രൻ? ഹാഷ്മി മിണ്ടാ സമ്മതിക്കോ നിങ്ങൾ എന്നെ? പറയൂ, അങ്ങ് പറയൂ. നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ രാജ്യത്ത് ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഉണ്ടാക്കിയതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളും പ്രസക്തിയും ഉണ്ടോ? അല്ല, ഞാൻ വ്യക്തിപരമായി എന്നോട് ചോദിക്കുകയാണ്. അത് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഉണ്ടാക്കിയതല്ലേ? എന്താ പ്രൈമറി റെസ്പോൺസിബിലിറ്റി തുടങ്ങിയോ? നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടില്ല ഹാഷ്മി. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല. എന്റെ വായിൽ കയറി നിങ്ങൾ ഇങ്ങനെ കോലിട്ടിളക്കുന്ന ചർച്ച നന്നായി കൊണ്ടുപോകാനല്ല, അത് ശരിയല്ല, അതൊരു മര്യാദയല്ല. നിങ്ങൾക്ക് BJPയുടെ എതിർപ്പുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്റെ മുമ്പിലുണ്ട് ഹാഷ്മി. അതിൽ കൃത്യമായിട്ട് അന്ന് പറയുന്നു എന്താണ്? ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ദ സെന്റർ ഷുഡ് അസിസ്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ പോയില്ലേ ടി പി ജയേന്ദ്രൻ? ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ പോയില്ലേ? രാവിലെ പോയി വൈകിട്ട് 1000 കോടികൾ അനുവദിച്ചില്ലേ? അപ്പൊ അവിടെ ഒന്നും ബാധകമല്ലേ? ഇത് അവസാനിപ്പിച്ചിട്ട് പോരെ? നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് വായിച്ചല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇടയ്ക്ക് തടസ്സപ്പെടുത്തും. അത് ഞാൻ പറയാം. നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇന്ന് കോടതിയുടെ ചർച്ചയാണ്. നിങ്ങളുടെ വിജയകുമാർ പറഞ്ഞ വാർത്തയാണ് നിങ്ങൾ തമസ്കരിക്കുന്നത്. അസത്യമാണ് നിങ്ങൾ പറയുന്നത്. തമിഴ്നാടിന് ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിന് അർഹതപ്പെടാത്ത തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ഫിനാൻസ് കമ്മിറ്റിയുടെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ലേ? അപ്പൊ എന്റെ ആക്ട് പറയാൻ നിങ്ങൾ അനുവദിച്ചില്ല. ഞാൻ എങ്ങനെ കിട്ടും? തമിഴ്നാടിന് SDRF ഇല്ലേ? ഉണ്ട്. SDRFിന്റെ ഫണ്ടിൽ പണമില്ലേ? ഉണ്ട് അല്ലേ? തമിഴ്നാട്ടിൽ രാവിലെ പോയി വൈകിട്ട് പണം കൊടുക്കാൻ ഈ പറയുന്ന മാനദണ്ഡവും അങ്ങ് ഈ പറയുന്ന എന്താണ് 2005 ഈ പറയുന്ന ആക്ടിന്റെ 100 കയറി പരിശോധിക്കലും ഇല്ല അല്ലേ? കേരളത്തോട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ട്. പാകിസ്ഥാന് സഹായം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം ഉണ്ട് അല്ലേ? അതല്ലേ സാറേ? ഹാഷ്മി, നിങ്ങൾ
അല്ല, ഒറ്റ കാര്യം അല്ല, ഹാഷ്മി തമിഴ്നാട് ഭരിക്കുന്നത് BJP അല്ലല്ലോ, തമിഴ്നാട് ഭരിക്കുന്ന NDA അല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ വിവേചനമല്ലല്ലോ തമിഴ്നാടിന് സഹായം നൽകുന്നതിനുള്ള തടസ്സം. ഓക്കെ നല്ല വാദമാണ്. തമിഴ്നാട് ഭരിക്കുന്നത് NDA അല്ല. നല്ല വാദമാണ്. വാദങ്ങളൊക്കെ ശരിയാണ്, നല്ല ലോജിക്കാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പാകെ തോൽക്കുന്നത്. ശരി, പക്ഷേ നല്ല ലോജിക്കാണ്. പക്ഷേ അതിലെ പ്രശ്നം എന്താണ്? ഈ പറഞ്ഞ SDRF ഉള്ള, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള, ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ബാധകമായി നിൽക്കെ ഈ അടിയന്തര സഹായം അനുവദിക്കാൻ പ്രധാനമന്ത്രി ഡിസ്ക്രിഷണറി പവർ അവിടെ നിൽപ്പുണ്ട് എന്നിരിക്കെ തമിഴ്നാടിന് രാവിലെ പോയി കണ്ട് വൈകിട്ട് 900 ചില്ലുവാനും കൂടി അനുവദിക്കാമെങ്കിൽ കേരളത്തിൽ നിന്നും അനുവദിച്ചിരുന്ന ചോദ്യം മറുപടി അല്ല സാറേ, അത് പരാതിപ്പെടാനുള്ള മറുപടി. 2, ഇതിനോടകം തമിഴ്നാട് കോടതിയിലുണ്ട്. എന്താണ്? കഴിഞ്ഞ ചുഴലിക്കാറ്റിന്റെ ഫണ്ടിൽ ഈ കേന്ദ്രം പൈസ തരുന്നില്ല, കേന്ദ്രമേ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കോടതി, ഒരു കോടതിയിലുണ്ട് തമിഴ്നാട്, അവിടെ പ്രഹരം കിട്ടും.